ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് കാശ്മീർ അതിർത്തിയിലെ വെടിവയ്പ്പുകളായിട്ടോ അല്ലെങ്കിൽ നയതന്ത്ര പോരുകളായിട്ടോ ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ രണ്ട് ആണവായുധ ശക്തികൾ തമ്മിലുള്ള ശത്രുത ജീവന്റെ തന്നെ അടിസ്ഥാനമായ ജലസ്രോതസ്സുകളിലേക്ക് പടരുകയാണ്. ശരിക്കും മിഡിൽ ഈസ്റ്റിലേക്കാൾ വലിയൊരു വാട്ടർ വാർ ദക്ഷിണേഷ്യയിൽ തുടങ്ങുകയാണ്. സിന്ധു നദീജല ഉടമ്പടിയിലെ പാകിസ്ഥാന്റെ വിഹിതത്തിന്മേൽ ഇന്ത്യ കണ്ണുവെച്ചാൽ അവരുടെ കൈകൾ വെട്ടിമാറ്റും എന്നാണ് പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിക് മാലിക് ഇപ്പോൾ പരസ്യമായിട്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര കരാറിനെ ചൊല്ലി ഇത്രയധികം ആക്രോശങ്ങളും യുദ്ധപ്രഖ്യാപനങ്ങളും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്രയധികം പരിഭ്രാന്തരായത്? ഇന്ത്യ എടുത്ത ആ ഒരു കടുത്ത തീരുമാനം എന്താണ്? നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലവിതരണം കൃത്യമായി കൊണ്ടുപോകാൻ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഈ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനും ചേർന്നിട്ടാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരം സിന്ധു നദീ വ്യൂഹത്തിലെ 3 കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കാണ്. എന്നാൽ പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ ഭൂരിഭാഗം ജലവും ഏതാണ്ട് 80% വെള്ളം പാകിസ്ഥാനാണ് അനുവദിച്ചു നൽകിയത്. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പലതവണ പൂർണ്ണ തോതിലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇന്ത്യ ഈ ഒരു കരാർ ലംഘിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കളി മാറി. എന്താണ് ഇത്ര പെട്ടെന്ന് മാറാൻ കാരണം? 2025 ഏപ്രിലിൽ കശ്മീരിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പേൽഗാമിലുണ്ടായ ദാരുണമായ ഭീകരാക്രമണമാണ് എല്ലാ സമവാക്യങ്ങളും മാറ്റിയത്. 26ഓളം സാധാരണക്കാരാണ്, നിരപരാധികളാണ് ആ ക്രൂരതയിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് എന്ന് വ്യക്തമായതോടെ ന്യൂഡൽഹി കടുത്ത തീരുമാനമെടുത്തു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായി ഇനിമേൽ സമാധാനപരമായ സഹകരണം സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ അബേയൻസ് തീരുമാനിച്ചു. ഒരു കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചോരയും നീരും ഒരുമിച്ച് ഒഴുക്കാൻ കഴിയില്ല, ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗെദർ എന്ന പോളിസി ഇന്ത്യ ശക്തമാക്കി. ഭീകരവാദികളുടെ സംരക്ഷകർക്ക് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ജലം നൽകാൻ കഴിയില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടുത്തിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ വലിയ രീതിയിൽ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇൻഫർമേഷൻ മന്ത്രി അതാഉല്ല തരാറും അതുപോലെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിക് മാലിക്കും ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ ആക്രോശിച്ചത്. അതാഉല്ല തരാർ പറയുന്നത് അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ടാപ്പ് നിയന്ത്രിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കുന്നില്ലെന്ന് ഇന്ത്യൻ ജലവിഭവ മന്ത്രി CR പാട്ടീൽ വരെ പറയുന്നു. ഇതിനെതിരെയാണ് മുസാദിക് മാലിക് കൈകൾ വെട്ടിമാറ്റുമെന്ന കടുത്ത പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും പലതവണ വ്യക്തമാക്കിയതുപോലും ജലം തങ്ങളുടെ ജീവരേഖയും ഒപ്പം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ചുവപ്പ് രേഖ, റെഡ് ലൈൻ ആണ് എന്നാണ്. അത് പാകിസ്ഥാൻ ആവർത്തിക്കുന്നുമുണ്ട്. ഇതിനു മുൻപ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ജലസുരക്ഷ മുൻനിർത്തി ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പോലും മടിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും പാകിസ്ഥാൻ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി അവരുടെ ആഭ്യന്തര ജല മാനേജ്മെന്റിന്റെ പരാജയമാണ്. നിലവിൽ പാകിസ്ഥാനിലെ സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ജലസേചന കേന്ദ്രങ്ങളിലൊന്നായ സുക്കൂർ ബറാജിലെ കനാലുകളിൽ ജലനിരപ്പ് 60 മുതൽ 80% വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പേരിൽ സിന്ധ് പ്രവിശ്യ പഞ്ചാബ് പ്രവിശ്യക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ അവർ ഒരു ഇക്കണോമിക് മെസാക്കർ, സാമ്പത്തിക കൂട്ടക്കൊല എന്നാണ് വിളിക്കുന്നത്. ഈ ആഭ്യന്തര പരാജയങ്ങളെയും ജനങ്ങളുടെ പ്രതിഷേധങ്ങളെയും മറച്ചുവെക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനുമാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയുടെ തീരുമാനത്തെ ഒരു വലിയ നയതന്ത്ര യുദ്ധമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഈ ഒരു വിക്ടിം കാർഡ് ഇറക്കുമ്പോൾ കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ് പാകിസ്ഥാന്റെ വാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. ഒരു വശത്ത് ഭീകരവാദത്തെ ഭരണകൂട നയമായിട്ട് കയറ്റുമതി ചെയ്യുകയും മറുവശത്ത് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒട്ടും യുക്തിസഹമല്ലെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. 1960 ഒപ്പുവെച്ച ഒരു കരാർ മാറിയ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിലുണ്ടായ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും ക്ലൈമറ്റ് ചേഞ്ചും കണക്കിലെടുക്കാതെ ഈ കരാർ ശാശ്വതമായ ഒരു അവകാശമായി കാണാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ കടുത്ത നിലപാട്.
ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം നാട്ടിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രദ്ധിക്കേണ്ടതെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. സിന്ധു നദീജല ഉടമ്പടിയെ ചൊല്ലി നിലനിൽക്കുന്ന ഈ ഒരു തർക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ജലപങ്കാളിത്ത പ്രശ്നം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന കാലത്തെ വലിയ ജലയുദ്ധങ്ങളുടെ സൂചന കൂടിയാണ്. ഒരു അപ്പർ റിപ്പേറിയൻ സ്റ്റേറ്റ്, അതായത് ഒരു നദീതടത്തിന്റെ ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാഷ്ട്രമോ പ്രവിശ്യയോ ആണ് അപ്പർ റിപ്പേറിയൻ സംസ്ഥാനം. അവിടെ ഒരു നദി ഉത്ഭവിക്കുകയും ആദ്യം ഒഴുകുകയും ചെയ്യുന്നു. ഈ ഒരു നിലയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ പാകിസ്ഥാന്റെ മേൽ എത്രത്തോളം ശക്തമായ ഒരു സ്ട്രാറ്റജിക് പ്രഷർ ചെലുത്തുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇസ്ലാമാബാദിൽ നിന്ന് ഉയരുന്ന ഈ ആക്രോശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.